ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയ ഒരു ന്യൂട്രലയുടെ റെസിപ്പിയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. പാനിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകരുത്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് പൊളിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവ ആണ് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പം അതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുവാണ്. ഇനി നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുവാണ്. നമുക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടിയുള്ള ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ കപ്പലിന്റെ ചൂടെല്ലാം മാറി നന്നായി ഒരുമാതിരി തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കളയാം. നമ്മൾ കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ന്യൂട്രലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കപ്പലണ്ടി ഈ ഒരു പരുവത്തിലാണ് ഇപ്പം പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടി ഓയിലി ആയിട്ട് ഉള്ള രീതിയിൽ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം. അപ്പം നമുക്ക് ഒന്നും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇത്രയും കൂടി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മുമ്പ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെയും കൊക്കോ പൗഡറിന്റെയും കൂടി മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മൾ കൊക്കോ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ന്യൂട്രല ഈ ഒരു പരുവത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ന്യൂട്രലയുടെ നമ്മൾ കൊക്കോ പൗഡറും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ ന്യൂട്രല നമ്മൾ നല്ല രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇതായിട്ടാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ട ഈ ഒരു പരുവത്തിൽ നല്ല സ്മൂത്തി ആയിട്ട് നല്ല ഇതായിട്ട് ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രലയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ന്യൂട്രല റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.